ഞരമ്പന്മാരുടെ വിളയാട്ടം മന്ത്രിക്കും രക്ഷയില്ല. മന്ത്രി ബിന്ദു കൃഷ്ണ ഏറെ സങ്കടത്തോടുകൂടിയും വേദനയോടും കൂടിയായിരിക്കണം ഇങ്ങനെ പറഞ്ഞത്. അതായത്, ഞാൻ ജൂലൈ 6-ാം തീയതി കൊല്ലത്തെ ഒരു ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം സൂം ചെയ്തുകൊണ്ട് ഒരാൾ വീഡിയോ എടുത്തു എന്ന് മാത്രമല്ല, അത് അയാൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളോട് കാര്യം പറഞ്ഞു. അതിൻ്റെ നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ അയാൾ അത് ഡിലീറ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് പറയുന്നത്. ഒരു മന്ത്രിക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകും? നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈലുണ്ട്. ഓരോരുത്തരും ജേർണലിസ്റ്റാണ്, അതായത് സിറ്റിസൺ ജേർണലിസ്റ്റാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് ഈ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യാം. അതുകൊണ്ട് എവിടെങ്കിലും എന്ത് സംഭവിച്ചാലും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അത് സൈബർ സെൽ അന്വേഷിച്ചാൽ കൃത്യമായി കണ്ടെത്തും. എത്രയോ സ്ത്രീകളുടെ പരാതികളുണ്ട്. അവരെ വ്യാജമായി മോർഫ് ചെയ്ത് അവതരിപ്പിച്ച് സമൂഹത്തിൻ്റെ മധ്യത്തിൽ നാണം കെടുത്തിയ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനു പുറമെയാണിപ്പോൾ ഒരു മന്ത്രിയുടെ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ട് സൂം ചെയ്ത് അതിനെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മലയാളി പുരുഷന്മാരുടെ മാനസിക നില എന്താണ്? കേരളത്തിൽ ഇത്രമാത്രം ഞരമ്പന്മാരുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന പുതിയ ഒരു മീഡിയക്കാരുണ്ടല്ലോ, ആ മീഡിയയുടെ കടന്നുകയറ്റം മൂലം ഏതെങ്കിലും തരത്തിൽ അറിയപ്പെടുന്ന ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ മുഴുവൻ പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കോലും കൊണ്ട് നടക്കുന്നതാണ് ജോലി. നമ്മൾ അന്തരിച്ച ആദരണീയ നടൻ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ നിങ്ങൾക്കൊന്ന് മാറിത്തരാമോ എന്ന് നിസ്സഹായതയോട് ചോദിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അന്തരിച്ചാൽ അവിടെ ഇതെല്ലാം കൂടെ ഈ ക്യാമറയും ആയിട്ട് ചെല്ലും, മൊബൈൽ ഫോണും പൊക്കിയെടുത്തിട്ട് അവിടെ ചെല്ലും. അവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും ചിത്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ നിരന്തരമായ ശല്യം. ആരെങ്കിലും എയർപോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം. ഏതെങ്കിലും ഒരു തരത്തിൽ സെലിബ്രിറ്റിയായി എന്ന് കരുതപ്പെടുന്ന ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഈ മറ്റേ കുയിൽ മറിച്ച കുയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകൾ ഇട്ടുകൊണ്ട് ഈ മീഡിയകൾ ഇങ്ങനെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് കുറച്ച് പേർ. അവരെ നിയന്ത്രിക്കാൻ കഴിയണം. അവരെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്ത്രീകൾക്കും നമ്മൾ പുരുഷന്മാർക്കും നീതി കിട്ടുകയുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ ദയവീത് എൻ്റെ അടുക്കൽ വരെ, നിങ്ങൾ എന്തിനാണ് ഈ കോലും പിടിച്ച് എൻ്റെ അടുക്കൽ നടക്കുന്നത്? ആ മുഖ്യധാര മാധ്യമങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. അവരുടെ മേൽ പ്രഷറുണ്ട്, അവരുടെ മേൽ ടാർജറ്റ് ഉണ്ട്, അവരുടെ മേൽ കൃത്യമായി ഇന്ന വാർത്തയ്ക്ക് ഇന്നയാളുടെ ബൈറ്റ് എടുക്കണം, അയാളുടെ അഭിപ്രായം ചോദിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ടാർജറ്റ് അവരുടെ മേലുണ്ട്. അവരും ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാണ്. അങ്ങനെ മുഖ്യധാര മാധ്യമങ്ങളും ഈ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിൽ അത്ര നല്ല പുള്ളികളൊന്നുമല്ല. അതിന് എത്രയോ ഉദാഹരണമുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ മതി. അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നയാളാണ്. വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നയാളാണ്. പക്ഷെ എന്നിട്ടും അത് അറിഞ്ഞിട്ടും, അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. അവർക്കറിയേണ്ടത് CPM-ലെ ഗ്രൂപ്പിസത്തെ കുറിച്ചാണ്, വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ്, അവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ്, വയനാട്ടിലെ ദുരന്തങ്ങളെ കുറിച്ചാണ്. ഈ CPM-ലെ വിഭാഗീയതയെക്കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചത് എന്ത് കാര്യമാണ്? അത് അദ്ദേഹത്തെ ഒരിക്കലും പറയില്ല എന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്നവരാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ അദ്ദേഹം കൃത്യമായി വാർത്താ സമ്മേളനം നടത്തിയതാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം കൃത്യമായി വാർത്താ സമ്മേളനം നടത്തി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ ഈ മൈക്കും പിടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാറിൽ കയറാൻ കഴിയുന്നില്ല, അവിടെ ഈ മൈക്ക് കൊണ്ട് ചെല്ലുകയാണ്. എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരാൾ
ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ മുഖ്യധാര മാധ്യമങ്ങളെന്നോ മറ്റു മാധ്യമങ്ങളെന്നോ ഒന്നും യാതൊരു വിവേചനമില്ല. ഒരാളുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇത്തരത്തിൽ മന്ത്രിമാരെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഈ പറയുന്ന ശരീരഭാഗങ്ങൾ സൂം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ട രീതിയിലുള്ള ഈ ഞരമ്പന്മാർ പോസ്റ്റ് ചെയ്യുന്നത്. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കൂ. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ പട്ടണത്തിൽ ഒരുപാട് സ്കൂളിൽ, ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾ, പിന്നെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്ത് നിന്ന ആൾ പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞതുകൊണ്ട് കുഴപ്പമുണ്ടാകില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡിയുണ്ട്, ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി. അപ്പം മിനിസ്റ്ററായ എൻ്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പം ഞാനവിടെ ചോദിക്കും, ഒരു മിനിസ്റ്ററായ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ആയിരിക്കും? എത്ര നിസ്സഹായതോടു കൂടിയാണ് ഒരു മന്ത്രി പറയുന്നത്. എൻ്റെ ശരീരഭാഗങ്ങൾ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ളത് ഒരു മന്ത്രി പറയുമ്പോൾ നമ്മൾ പുരുഷന്മാർ അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള പുരുഷന്മാർ തലകുനിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം ഞരമ്പന്മാർ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പോലും അപമാനമുണ്ടാക്കുന്നവരാണ്. അത്തരത്തിലുള്ളവരെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. കാരണം ഇതെല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അയാൾ എടുക്കുന്നത് എങ്ങനെയാണ്, അയാളുടെ ആംഗിൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല. എത്ര പോലീസ് സംവിധാനം ഉണ്ടെങ്കിലും ആർക്കും കഴിയില്ല. അത് അയാളുടെ ഇഷ്ടമാണ്. അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാളുടെ മാത്രമായുള്ള രഹസ്യമാണ്. അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിലെ ക്യാമറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടകാരിയായി മാറിയിരിക്കുന്നു. ഇനി അയാൾ പകർത്തിയെന്നിരിക്കട്ടെ, ആ പകർത്തിയെങ്കിൽ അയാൾ ഞരമ്പ് രോഗിയാണെങ്കിൽ അത് സ്വകാര്യ വെക്കുക. എന്തിനാണ് ഇത്തരത്തിൽ ഒരു മന്ത്രിയുടെ, അതും ബിന്ദു കൃഷ്ണയെ പോലെ വളരെ മാന്യമായിട്ടുള്ള ഒരു മന്ത്രിയാണ്. നമുക്കറിയാവുന്നതുപോലെ ജൂൺ മാസം 15-ാം തീയതി പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി യാത്ര ചെയ്തപ്പോൾ അവരുടെ മേൽ പായസം വീണപ്പോൾ ഒരു തരത്തിലെ അന്വേഷണവും വേണ്ട, അവിടെ ഒരു ദുരൂഹതയുമില്ല എന്ന് പറഞ്ഞ മന്ത്രിയാണ്. മാത്രമല്ല അവർ മന്ത്രി അല്ലാതിരുന്നപ്പോൾ പോലും അവരുടെ വായിൽ നിന്ന് യാതൊരു തരത്തിലെ പ്രകോപനപരമായിട്ടുള്ള വാക്കുകളോ വാചകങ്ങളോ ഒന്നുമില്ലാത്തതാണ്. എല്ലാ സന്ദർഭങ്ങളെയും അവർ വളരെ പക്വതയോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടേത്. അപ്പോൾ അവരത്രയും സങ്കടത്തോടെ പറയണമെങ്കിൽ എന്തായിരിക്കണം ഒരു ശരാശരി ഞരമ്പനായിട്ടുള്ള ഒരു മലയാളി പുരുഷന്റെ മാനസികാവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആത്മാഭിമാനമുള്ള പുരുഷന്മാർക്ക് തലകുനിക്കാൻ മാത്രമേ മന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി തന്നെ മന്ത്രി പറയുന്നത് പോലെ ഒരു നിയമ നിർമ്മാണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. സലീം കുമാറിന് മാത്രമല്ല, ഷാജി എൻ കരുൺ അന്തരിച്ചപ്പോഴും ഇതേപോലെ തള്ളിക്കയറ്റമുണ്ടായി. അതേപോലെ നടൻ ശ്രീനിവാസൻ അന്തരിച്ചപ്പോഴും ഇതുപോലെ തള്ളിക്കയറ്റമുണ്ടായി. മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതാണ്, മറ്റേ മാധ്യമങ്ങൾ ഏതാണ്, മറിച്ച മാധ്യമങ്ങൾ ഏതാണ്, ഏതാണ് ഈ കുയിൽ മറ്റേ കുയിൽ എന്നറിയാൻ വയ്യാത്ത വിധത്തിൽ വലിയൊരു ആൾക്കൂട്ടം അവിടെ രൂപം കൊള്ളുന്നു. ഒരു സെലിബ്രിറ്റി അന്തരിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമാ നടനോ നടിയോ അന്തരിച്ചു കഴിഞ്ഞാൽ, ഒരു സീരിയൽ താരം അന്തരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് ആ ശവശരീരത്തിനടുത്ത്, ആ മൃതദേഹത്തിനടുത്ത് പോയിരുന്ന് ഒന്ന് കരയാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം ഒരു ശല്യമായി, പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സിസ്റ്റത്തിന് തീർച്ചയായും അറുതി വരുത്തിയേ പറ്റുകയുള്ളൂ. കാരണം ഒരു പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് പറ്റുന്ന രീതിയല്ലിത്. പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ ഇടപെടേണ്ട രീതിയല്ല മാധ്യമങ്ങൾ നടത്തുന്നത്. അത് ഓൺലൈൻ മാധ്യമമായാലും മുഖ്യധാരാ മാധ്യമമായാലും ഏത് തരത്തിലെ മാധ്യമമായാലും ശരി, ഇത്തരത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. ഇനി ഇപ്പോഴത്തെ നിയമം അതിന് ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവരിക. ആ പഴുതുകൾ ഒന്നുകിൽ ആ പഴുതുകൾ അടയ്ക്കുക, അതല്ല എങ്കിൽ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെ കർശനമായി
നിയന്ത്രിക്കുക തന്നെ വേണം. അത് ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പോഴുള്ള നിയമം അതിന് അപര്യാപ്തമാണ് എങ്കിൽ പുതിയ നിയമം നിർമ്മിച്ചുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണം. കാരണം എത്ര നാൾ നമ്മളിങ്ങനെ സഹിക്കും? എത്ര നാളായിട്ടാണ് നമ്മളിത് സഹിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഈ ഒരു വാക്കുകൾ നമ്മൾ ഓരോ ആത്മാഭിമാനമുള്ള പുരുഷന്റെയും ചങ്കിലാണ്, നെഞ്ചിലാണ്, അവന്റെ നെഞ്ചിലാണ് വന്ന് കൊള്ളുന്നത്. കാരണം ഈ പുരുഷ വിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും അതിൽ പെടും എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എല്ലാ പുരുഷന്മാരും ഇത്തരത്തിലാണ് പെരുമാറുന്നത് ഒരു പൊതുധാരണ പൊതുവെ ഉണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ ഈ പറയുന്ന ചില ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ വെറും വസ്തുവായി കാണുന്നു, അല്ലെങ്കിൽ ചരക്കുവൽക്കരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില ഫെമിനിസ്റ്റുകളുണ്ട്. അങ്ങനെയല്ല. എല്ലാത്തിലും പ്രശ്നമുള്ളതുപോലെ തന്നെ പുരുഷന്മാരിലെ ഒരു വിഭാഗം തീർച്ചയായിട്ടും ലൈംഗിക മനോരോഗികളാണ്. അവരെ നിയന്ത്രിക്കേണ്ടത് നിയമം കൊണ്ടും ചികിത്സ കൊണ്ടുമാണ്. ഇവിടെ ആദ്യം വേണ്ടത് നിയമം കൊണ്ട് ഇവരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇങ്ങനെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി മൊബൈൽ ഫോണുമായിട്ടും അല്ലെങ്കിൽ ക്യാമറകളുമായിട്ടും കടന്നു കയറുന്ന ഈ ഒരു മാധ്യമ സംസ്കാരത്തിന്, അശ്ലീലമായിട്ടുള്ള ഈ മാധ്യമ സംസ്കാരത്തിന് അറുതി വരുത്താൻ കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവരണം. ഇപ്പോഴുള്ള നിയമത്തിൽ അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തുക, അല്ലെങ്കിൽ പുതിയൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ കയ്യേറ്റം, വ്യക്തിയുടെ മേലുള്ള കയ്യേറ്റം, അവന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കയ്യേറ്റം, ഒരു മൃതദേഹത്തോട് ആദരവ് കാണിക്കാനുള്ള മര്യാദ, ഇതൊക്കെ പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിയമനിർമ്മാണം നടത്തിയേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ ശല്യത്തെ എന്നേക്കുമായി, ഇത്തരമൊരു മാധ്യമ ശല്യത്തെ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ പറയുന്ന റേറ്റ് കൂട്ടാനുള്ള, അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് വേണം, ആദ്യത്തെ ബ്രേക്കിംഗ് ഞങ്ങളുടെ വിഷയമായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ബാർക്ക് റേറ്റിങ്ങിനെ വെച്ചുകൊണ്ടുള്ള ഈ തള്ളിക്കയറ്റവും, അതേപോലെ യൂട്യൂബിലെ വരുമാനം കണ്ടുകൊണ്ടുള്ള ഈ തള്ളിക്കയറ്റവും ഒക്കെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് തുടച്ച് നീക്കിയേ മതിയാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.